നമസ്കാരം. വിറ്റ്നസ് ന്യൂസ് നടത്തിയ സർവേയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിൽ ഉൾപ്പെടുന്ന 5 മണ്ഡലങ്ങളാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം ആലപ്പുഴ. കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്നുള്ള 20 മണ്ഡലങ്ങളിൽ 19 UDFന് ലഭിച്ചപ്പോൾ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് AM ആരിഫിനെ മാത്രം വിജയിപ്പിക്കാനേ LDFന് സാധിച്ചുള്ളൂ. ഇപ്രാവശ്യം 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും ആലപ്പുഴയിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും UDFും LDFും തമ്മിലാണ് പ്രധാനമായ മത്സരം നടക്കുന്നത്. BJP ഒട്ടും പിന്നിലല്ല. കഴിഞ്ഞ തവണ 80% പോളിംഗ് നടന്ന ആലപ്പുഴയിൽ ഇപ്രാവശ്യം 75% പോളിംഗ് മാത്രമാണ് നടന്നത്. ഈ 5% കുറവ് ആരെയാണ് ബാധിക്കുന്നത് എന്നതാണ് നിർണായകമാകുന്നത്. LDF സ്ഥാനാർത്ഥിയായി നിലവിലുള്ള MP AM ആരിഫ് മത്സരിക്കുമ്പോൾ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് UDFിൽ നിന്നും കോൺഗ്രസിന്റെ ദേശീയ നേതാവായ KC വേണുഗോപാലും NDAക്ക് വേണ്ടി BJPയുടെ ശോഭാ സുരേന്ദ്രനുമാണ് മത്സര രംഗത്തുള്ളത്. ഇനി ആലപ്പുഴക്കാർ ആരെയാണ് തങ്ങളുടെ പ്രതിനിധിയായി ഡൽഹിയിലേക്ക് അയക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന് നോക്കാം. ആലപ്പുഴക്കാർ ഇക്കുറി AM ആരിഫിനെ 2ാം സ്ഥാനത്തേക്ക് മാറ്റിയിട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതാവായ KC വേണുഗോപാലിനെയാണ് തങ്ങളുടെ MP ആയി തിരഞ്ഞെടുക്കപ്പെടാൻ താല്പര്യപ്പെടുന്നത്. BJPയുടെ ശോഭാ സുരേന്ദ്രന് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നാണ് ഞങ്ങളുടെ സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടത്. 44% വോട്ടുകൾ നേടി UDFിലെ KC വേണുഗോപാൽ വിജയിയാകുമ്പോൾ തൊട്ടുപിന്നിൽ 41.5% വോട്ടുകൾ നേടാൻ മാത്രമേ LDFിന്റെ AM ആരിഫിന് സാധിച്ചുള്ളൂ. 13% വോട്ടുകൾ BJPയുടെ ശോഭാ സുരേന്ദ്രന് ലഭിക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ 2.5% വോട്ടുകളുടെ വ്യത്യാസത്തിൽ KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. ഇനി അടുത്തതായി കോട്ടയം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലമാണ് കോട്ടയം. 2 കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമെന്ന പ്രത്യേകതയും കോട്ടയത്തിനുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ LDF സ്ഥാനാർത്ഥി പ്രചരണം തുടങ്ങിയിരുന്നു. കേരളത്തിലെ 20 MPമാരിൽ MP ഫണ്ട് മുഴുവൻ വിനിയോഗിച്ച് ഒന്നാമനെന്ന പെരുമയോടെയാണ് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ പ്രചരണം ആരംഭിച്ചത്. അതേസമയം UDF സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജിനെ തീരുമാനിച്ചതാകട്ടെ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുവാൻ സമയമായപ്പോൾ മാത്രമാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ താമസിച്ചാലും ഒരു പ്രശ്നവുമില്ല, തങ്ങൾക്ക് ലഭിക്കാനുള്ള വോട്ടുകൾ മുഴുവൻ ലഭിക്കുമെന്നതാണ് UDFിന്റെ വിശ്വാസം. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച തോമസ് ചാഴിക്കാടനെ ഇത്തവണ കോട്ടയത്തെ ജനങ്ങൾ സ്വീകരിക്കുമോ അല്ലെങ്കിൽ നിരാകരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ 20 MPമാരിൽ ഒന്നാമനായ തോമസ് ചാഴിക്കാടൻ ഇത്തവണയും കോട്ടയത്ത് നിന്ന് ഒന്നാമനാകുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. തൊട്ടു പിന്നിൽ തന്നെ 2ാമനായി ഫ്രാൻസിസ് ജോർജ് നിലയുറപ്പിച്ചപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനം 3ാമതായിരുന്നു. 43% വോട്ട് നേടി തോമസ് ചാഴിക്കാടൻ വിജയിക്കുമെന്നാണ് സർവേ ഫലം പ്രവചിക്കുന്നത്. 38.5% വോട്ട് നേടി ഫ്രാൻസിസ് ജോർജ് 2ാം സ്ഥാനത്ത് വരുമ്പോൾ 17% വോട്ട് നേടി തുഷാർ വെള്ളാപ്പള്ളി 3ാം സ്ഥാനത്ത് വരുമെന്നും സർവേ പറയുന്നുണ്ട്. 4.5% വോട്ടിന്റെ ഭൂരിപക്ഷമാണ് തോമസ് ചാഴിക്കാടന് ലഭിക്കാൻ സാധ്യത എന്നാണ് വോട്ടർമാരുടെ അഭിപ്രായം. അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മലയോര മണ്ഡലമായ ഇടുക്കിയാണ്. പ്രധാനപ്പെട്ട 2 മുന്നണികൾക്കും അവകാശം ഉന്നയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിറ്റിംഗ് MP ഡീൻ കുര്യാക്കോസ് വീണ്ടും മത്സരിക്കുമ്പോൾ എതിരായി മുൻ MP ജോയ്സ് ജോർജ് ആണ്. MM മണി, മന്ത്രി റോഷി അഗസ്റ്റിൻ, PJ ജോസഫ് തുടങ്ങിയ പ്രഗത്ഭരാണ് ഇലക്ഷന്റെ ചുക്കാൻ പിടിച്ചത്. കടുത്ത മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് നോക്കാം. ഇടുക്കിയിൽ ആര്? LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് 46% വോട്ട് നേടി ജയിക്കുമെന്നാണ് സർവേ ഫലം നൽകുന്ന സൂചന. തൊട്ടടുത്ത 43% വോട്ടുകൾ നേടി ഡീൻ കുര്യാക്കോസ് 2ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 3ാം സ്ഥാനത്ത് NDAയുടെ സ്ഥാനാർത്ഥി BDJSന്റെ സംഗീത വിശ്വനാഥാണ്. ശക്തമായ മത്സരത്തിൽ ഇടുക്കി മണ്ഡലം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും LDF പിടിച്ചെടുക്കുന്ന കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത്. ജോയ്സ് ജോർജിലൂടെ ഇടുക്കിയുടെ മനസ്സ് ഇടതിനൊപ്പം. 3% വോട്ടിന്റെ ഭൂരിപക്ഷം ജോയ്സ് ജോർജിന് ലഭിക്കുമെന്നാണ് സർവേ ഫലം നൽകുന്ന സൂചന. അടുത്ത മണ്ഡലം പരിശോധിക്കാനുള്ള സമയമായിരിക്കുന്നു, അതായത് എറണാകുളം. കേരളത്തിലെ വ്യവസായ നഗരത്തിൽ നിന്നും അതോടൊപ്പം തന്നെ മെട്രോ സിറ്റിയിൽ നിന്നും ആർക്കാകും വിജയം? UDFിന് വേണ്ടി ഹൈബി ഈഡൻ വീണ്ടും മത്സരിക്കുമ്പോൾ LDFിന് വേണ്ടി കരുത്തിയായ വനിതാ സ്ഥാനാർത്ഥി KJ ഷൈനും BJPക്ക് വേണ്ടി KS രാധാകൃഷ്ണനും മത്സരിക്കുമ്പോൾ ജയം ആർക്കാണ്? എറണാകുളം പരിശോധിക്കുമ്പോൾ 47.5% വോട്ടുകൾ നേടി ഹൈബി ഈഡൻ വീണ്ടും ഇന്ത്യൻ പാർലമെന്റിൽ എത്തുമെന്ന് സർവേ പറയുന്നു. 2ാം സ്ഥാനത്ത് വരുന്ന LDF സ്ഥാനാർത്ഥി KJ ഷൈന് 41% വോട്ട് ലഭിക്കുമ്പോൾ NDAയുടെ KS രാധാകൃഷ്ണന് 11% വോട്ട് നേടി 3ാം സ്ഥാനം നേടും. മെട്രോ സിറ്റിയും കടന്ന് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മധ്യ കേരളത്തിലെ അവസാന മണ്ഡലമായ ചാലക്കുടിയാണ്. അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് നോക്കാം.
2008 നിലവിൽ വന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ എറണാകുളം ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും കൂടുന്നതാണ്. സിറ്റിംഗ് എം പി ആയ ബെന്നി ബെഹനാൻ UDF-ന് വേണ്ടി വീണ്ടും ജനവിധി തേടുമ്പോൾ LDF-ന് വേണ്ടി CPM നേതാവും മുൻ മന്ത്രിയുമായ പ്രൊഫസർ C രവീന്ദ്രനാഥ് മത്സരിക്കുന്നു. NDAക്ക് വേണ്ടി KA ഉണ്ണികൃഷ്ണനാണ് ജനവിധി തേടുന്നത്. അത്യന്തം വാശിയേറിയ മത്സരം നടക്കുമ്പോൾ മത്സരഫലം എങ്ങനെ വരുമെന്ന് നോക്കാം. ജനകീയ സർവേ പറയുന്നത് ചാലക്കുടിയിൽ നിന്നും LDF-ന്റെ പ്രൊഫസർ C രവീന്ദ്രനാഥ് വിജയിക്കുമെന്നാണ്. LDF-ന്റെ C രവീന്ദ്രനാഥിന് 46% വോട്ടുകൾ ലഭിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ 43% വോട്ട് നേടി 2ാം സ്ഥാനത്തേക്ക് വരുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. എന്നാൽ NDAയുടെ KA ഉണ്ണികൃഷ്ണൻ 9.5% വോട്ടുകൾ മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ എന്നും സർവേ ഫലം പ്രവചിക്കുന്നുണ്ട്. അങ്ങനെ മധ്യ കേരളത്തിലെ അവസാന മണ്ഡലമായ ചാലക്കുടിയിൽ 3% വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ് വിജയിക്കാനാണ് സാധ്യത.